ദൈവസന്നിധിയിലായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ദൈവത്തിന്റെ വലിയ ശ്രേഷ്ഠതയ്ക്കും കർത്താവിന്റെ ദയക്കുമായി ഞാൻ ഇന്ന് രാത്രി കർത്താവിനെ ശ്രദ്ധിക്കുന്നു. പ്രത്യേകം എൻ്റെ സ്നേഹിതനായിരിക്കുന്ന കർത്താദാസൻ പാസ് ബിജോ പാസയെ ഓർത്ത് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ തന്നെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ വാത്സല്യ ദൈവമക്കളെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. എന്നെ ശരിയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ തുടർമാനമായിട്ട് കർത്താവ് എല്ലാ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും ദൈവം നമ്മെ അതിശയകരമായിട്ടാണ് കർത്താവ് നമ്മൾ നടത്തുന്നത്. ദൈവത്തിന്റെ വലിയ കരുണയ്ക്കും കർത്താവിന്റെ വലിയ ശ്രേഷ്ഠതയ്ക്കുമായി ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും കൂടുതൽ ഈ സൂമില് ഈ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ നമ്മുടെ കോവിഡ് സമയത്തായിരുന്നു. ആ സമയത്തായിരുന്നു കൂടുതൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ സംബന്ധിക്കാൻ പറ്റിയത്. സഹോദരൻ, അപ്പൊ ഞാൻ ഈ ഓൺലൈൻ മീറ്റിങ്ങിന്റെ കാര്യമൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോഴേ ഒരിക്കലെ ഞാൻ ഈ നിലമ്പൂര് ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അത് ഞായറാഴ്ചത്തെ മീറ്റിങ്ങിലാണ് പോയത്. അപ്പൊ ഞാനവിടെ പ്രസംഗിക്കാൻ വേണ്ടിയാണ് ചെന്നതെങ്കിലും ഒരാൾക്ക് എന്നോട് ഭയങ്കരമായി ദേഷ്യം തോന്നുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ചോദിച്ചു, അച്ഛാ എന്തു പറ്റി മുഖത്ത് വല്ലാത്തൊരു ദേഷ്യം ഉണ്ടല്ലോ? എന്നോട് പറഞ്ഞു, ആ ഓൺലൈൻ ആയിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമൊന്നും വരുത്തില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ അച്ഛാ? ഞായറാഴ്ച ആ 2.5 മണിക്കൂർ പള്ളിയിൽ പോയിരുന്നുള്ള ഇരിപ്പും ഉപദേശിയുടെ വായിന്ന് കേൾക്കുന്ന വാക്കും ഇതിന്റെ ഒന്നും കുഴപ്പമില്ലായിരുന്നല്ല. വീട്ടിലാകുമ്പം ഇടയ്ക്ക് ഒരു ആമേൻ അടിച്ചു കൊടുത്താൽ എല്ലാം ഓക്കെ ആവും. സ്വന്തം അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, കുറച്ചു പേർക്കൊക്കെ ഇപ്പോഴും ആ ഓൺലൈൻ സംവിധാനത്തിലേക്ക് ആയാൽ എന്താ എന്ന് ചിന്തിക്കുന്ന 100 കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ദൈവം നമുക്ക് നൽകിയല്ലോ. ക്രിസ്തുവിൽ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രിയിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. നിങ്ങളെ ഒറ്റ കാര്യം ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. ശക്തമായ പ്രാർത്ഥനയും ആത്മാവിന്റെ ഒരു പ്രവൃത്തിയും നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും അവിടെ വെളിപ്പെട്ടു വരുന്നൊരു കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. വിശ്വസിക്കുന്നവർ ഒരാമേൻ പറയാമോ? നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരാമേൻ പറയാമോ? ആമേൻ. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ ദൈവ സാന്നിധ്യത്തിന്റെ അകത്താണെങ്കിൽ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മോട് വ്യക്തമായിട്ട് ഇടപെടും. എന്നെ അറിയാവുന്ന, എനിക്കറിയാവുന്ന ചിലരൊക്കെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞാണ് അനുഗ്രഹ മീറ്റിങ്ങിൽ ഉണ്ടല്ലോ. അതോർത്ത് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. എല്ലാവരെയും പരിചയമാണ്. ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ നമുക്കിന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകിയ ഒരു ചിന്ത നിങ്ങളിലേക്കൊന്ന് വെച്ച ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ് കർത്താവ് ഇന്ന് രാത്രിയിൽ എനിക്ക് നൽകി തന്നത്. ആ വചനത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുവാൻ ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരാം. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്. അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അത് സുപരിചിതമാണ്. അത്യാവശ്യം എല്ലാവർക്കും ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് പറയാൻ വരുന്നെന്ന് പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ചാൻസ് ഉണ്ട്. എങ്കിലും ഇന്ന് രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ 1-2 ചിന്തകൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്ത് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. മുമ്പേ പറഞ്ഞതുപോലെ പ്രിയ ബിജോ പാസ് ഞങ്ങളെ എന്താ പറയുക, സഹോദരങ്ങളെ പോലാണ്. എത്രയോ മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത് ഞാൻ അഭിമാനിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല ആരാധന ദൈവം നമുക്ക് നൽകി, നല്ല വർഷിപ്പ് കർത്താവ് തന്നു. അതോർത്ത് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. റോമാലേഖനം വേദപുസ്തകത്തിലെ വളരെ പ്രാധാന്യതയർഹിക്കുന്ന ലേഖനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ അർത്ഥവത്തായിരിക്കുന്ന ഒരു പുസ്തകമാണ് റോമാർക്ക് എഴുതിയ ലേഖനം. നമുക്ക് നന്നായിട്ട് അറിയാം, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമിലെ ദൈവമക്കൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനമാണ് റോമാലേഖനം. ശരിക്കും പൗലോസാണ്
റോമാലേഖനം എഴുതിയെങ്കിലും പൗലോസ് അല്ല ഈ ലേഖനം റോമാ നഗരത്തിൽ, റോമിൽ ഈ ലേഖനം എത്തിച്ചത്. ആമേൻ. പൗലോസാണ് എഴുതിയത്. പക്ഷേ പൗലോസ് അല്ല ഈ ലേഖനം റോമ പട്ടണത്തിന്റെ അകത്ത് കൊണ്ടെത്തിച്ചത്. ഫേബ എന്നറിയപ്പെടുന്ന ഒരു പെങ്കുച്ചാണ് ഈ ലേഖനം റോമ പട്ടണത്തിന്റെ അകത്തേക്ക് ഇതെത്തിക്കാനുള്ള കാരണം. ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. റോമ സഭയ്ക്കകത്ത് നടന്ന ഒരുപാട് സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അത്യാവശ്യം നമ്മളത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും. ആമേൻ. എന്നിരുന്നാലും റോമ ദൈവസഭ, ആമേൻ, ആ സഭയുടെ വളർച്ച റോമ പട്ടണത്തിന്റെ അകത്തൊക്കെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ കാരണം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം ഒക്കെ നിങ്ങൾ വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ട ദൈവസാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി സകല ജാതികളും സകല വർഗത്തിൽപ്പെട്ടവരും ഒരുമിച്ച് കൂടുന്ന കൂട്ടത്തിൽ റോമാക്കാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സ്തോത്രം. അവര് പ്രാപിച്ച ദൈവകൃപയെ കൊണ്ട് അവരാ പട്ടണത്തിൽ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഞാൻ പരിശുദ്ധാത്മാവിന്റെ രാത്രി ഓർപ്പിച്ച 1-2 കാര്യങ്ങൾ മാത്രം, ഒത്തിരി ഓർപ്പിക്കാനുണ്ടെങ്കിലും അതൊന്നും അതിലേക്കൊന്നും കിടക്കുന്നില്ല. ചെറിയൊരു ചിന്ത നിങ്ങളൊക്കെ വെച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്തെഴുതിയിരിക്കുന്നത്? ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. സ്തോത്രം. ഇതിനകത്ത് ഒത്തിരി ഒരുപാട് ചിന്തിക്കേണ്ടതായ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. എന്നെ ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നെ ഓർപ്പിക്കുന്ന ഒരു പദം എടുത്ത് ഇന്ന് രാത്രി ചില കാര്യങ്ങൾ പറയാം. ബുദ്ധിയുള്ള ആരാധന. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ബുദ്ധിയുള്ള ആരാധന. സ്തോത്രം. ഇവിടെ ദൈവാത്മാവ് നമുക്ക് നൽകുന്നത് ബുദ്ധിയിൽ ഉള്ള ആരാധന എന്നല്ല എഴുതിയിരിക്കുന്നത്, ബുദ്ധിയുള്ള ആരാധന എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ബുദ്ധിയിൽ ഉള്ള ആരാധനയല്ല, പിന്നെ ബുദ്ധിയുള്ള ആരാധന. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഈ വാക്യം, ഈ ഒരു ഭാഗം എന്നെ വളരെ സമർപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ബുദ്ധിയിൽ എന്നുള്ള പദമല്ല, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമായി ദൈവത്തിന് സമർപ്പിക്കും എന്നാണ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച്, എന്താണ് ബുദ്ധിയിൽ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആരാധന എന്ന് ഉദ്ദേശിക്കുമ്പോൾ, ആരാധനയ്ക്ക് ആരാധനരായ അതിൻ്റെതായ പ്രാധാന്യതയുണ്ടെങ്കിലും ഇന്ന് ആരാധനയുടെ രീതികൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് രീതികൾ വ്യത്യാസമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ പോയപ്പം അവിടെ ഒരു ആരാധന കണ്ടിട്ട് എനിക്ക് തന്നെ നാണക്കേടായി. എനിക്ക് തന്നെ ഒരു നാണക്കേട് തോന്നി. ഞാൻ നോക്കിയപ്പോ ചവിട്ട് നാടകമാണോ എന്നെനിക്കൊരു സംശയം ഉണ്ടായി. ഞാൻ ആരാധനയ്ക്ക് എന്നിട്ട് ഒരാൾ എൻ്റെ കാല് ചവിട്ടി പരുവാക്കി കളഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കി. അപ്പൊ ആരാധന, ഇന്നത്തെ കാലത്ത് ആരാധനയുടെ രീതികൾക്ക്
ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് രീതികൾ, ഒരുപാട് രീതിക്കനുസരിച്ച് ആരാധനയുണ്ട്. ശരിക്കും സംഗീതമല്ല ആരാധന. കുറെ ആമേൻ എന്തിനേറെ പറയുന്നു, കീബോർഡൊക്കെ വെച്ച് ആമേൻ ചെയ്യുന്നതല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധനയ്ക്ക് പലപ്പോഴും അതിൻ്റെതായ വ്യവസ്ഥ മനസ്സിലാക്കാതാണ് പലരും ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നെ ശക്തമായിട്ട് ഓർപ്പിക്കുന്നത്, ഈ കാലത്ത് ആരാധനയുടെ സിസ്റ്റത്തിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു. സ്തോത്രം. പ്രിയരെ, ബുദ്ധിയുള്ള ആരാധന എന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുമ്പോൾ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള ആരാധനയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കകത്തുള്ള ആരാധന. ബുദ്ധിയുള്ള ആരാധന എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കകത്തുള്ള ആരാധന, ആ ആരാധനയ്ക്കകത്താണ് ദൈവസാന്നിധ്യം പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ തയ്യാറായിരിക്കുന്നത്. ആ ആരാധനയ്ക്കകത്താണ് ദൈവമഹത്വം നമുക്ക് അനുഭവിപ്പാൻ ഇടയാത്തിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായിട്ട് ഓർപ്പിക്കുന്നത് വ്യവസ്ഥയിലുള്ള ആരാധന, വ്യവസ്ഥയിലുള്ള ആരാധന. അപ്പൊ വ്യവസ്ഥയിലുള്ള ആരാധന ബുദ്ധിയിൽ ആരാധിക്കാനല്ല പറഞ്ഞത്, ബുദ്ധിയുള്ള ആരാധനക്കാരായി മാറാൻ ആ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആരാധനയ്ക്ക് അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. ഇസ്രായേൽമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് ഒറ്റ കാര്യമാണ്. കനാദേശത്ത് കുറെ ഏക്കർ മേടിക്കാമെന്നോ, കനാദേശത്ത് കുറെ വീട് വെക്കാമെന്നോ, കനാദേശത്ത് കുറെ മണിമാളിക ഉണ്ടാക്കാമെന്നോ, കനാദേശത്ത് എന്തെങ്കിലുമൊക്കെ നേട്ടമെടുക്കാമെന്നല്ല ദൈവം തമ്പുരാൻ ഇസ്രായേൽമക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആരാധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് മോശയോട് പറഞ്ഞു. നീ ഫറവോനോട് പറയണം, എന്റെ ജനമാണ്, എന്നെ ആരാധിക്കാൻ അവരെ വിട്ടയക്കുക. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നമ്മൾ പറയുന്നു, പ്രകസനമല്ല ആരാധന, പ്രകടനമല്ല ആരാധന, കുറെ ബഹളം വയ്ക്കുന്നതല്ല ആരാധന. ഇന്ന് രാത്രി ദൈവാത്മാവ് പറഞ്ഞ സൃഷ്ടിതാവിനോടുള്ള ഉഭയസമ്മതം, ഉടമ്പടിയാണ് ആരാധന എന്ന് പറയുന്നത്. സ്തോത്രം. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, സൃഷ്ടിതാവിനോടുള്ള ഉടമ്പടി, ഉഭയസമ്മതമാണ് ആരാധന എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കേണ്ട യാഥാർത്ഥികമായ ഒരു കാര്യമല്ലേ അത്. അപ്പൊ സൃഷ്ടിതാവിനോടുള്ള ഉടമ്പടിയാണ് ആരാധന, ഉഭയസമ്മതമാണ് ആരാധന. ഇന്ന് രാത്രി ഒരിക്കലും സൃഷ്ടിയെ ആരാധിക്കാൻ വ്യവസ്ഥയില്ല. മനുഷ്യ സൃഷ്ടിതാവിനെയാണ് ആരാധിക്കേണ്ടത്. സ്തോത്രം. ഇന്ന് ആരാധകരുണ്ട്, ആരാധകരുണ്ട്. മനസ്സിലാക്കണം, ബൈബിൾ പറയുന്നത് സൃഷ്ടിതാവിനെ ആരാധിക്കണം. ഉടമ്പടിയാണ് ആരാധന, ഉഭയസമ്മതമാണ് ആരാധന. പ്രകസനമല്ല ആരാധന, പ്രകടനമല്ല ആരാധന, എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതല്ല ആരാധന. എനിക്ക് തോന്നുന്നു എന്റെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് ഈ പറയത്തക്ക സെറ്റപ്പുകളില്ല പ്രിയരെ, ഈ പറയത്തക്ക സെറ്റപ്പില്ല. അന്നൊക്കെ ഈ ദൈവദാസന്മാരെയൊക്കെ വിളിച്ചിരിക്കുന്നത് ഉപദേശിമാരെന്ന. നിങ്ങൾക്കറിയാമല്ലോ, ഉപദേശി, ബാബുദേശി, കൊച്ചുകുഞ്ഞു ഉപദേശി, അച്ചകുഞ്ഞു ഉപദേശി, മൊത്തം ഉപദേശിമാരായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം നേരെ തിരിച്ച് ഇപ്പൊ റവറന്റായി. റവറന്റ് റവറന്റ് എന്ന് വിളിച്ചില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാണ്. ഇപ്പൊ മൊത്തം റവറന്റ് ആയിരിക്കുക. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഇരിക്കുന്നിടത്തൊക്കെ ഒന്ന് നന്നായിട്ട് സ്തോത്രം ചെയ്യും. ഇപ്പൊ മൊത്തം റവറന്റായി. ഈ പണ്ടിതല്ലല്ലോ. ഇപ്പൊ ഒരു കാറില്ലെങ്കിൽ, ഒരു സെറ്റപ്പ് ഇല്ലെങ്കിൽ, ഒരു ഇൻസെർട്ട് ചെയ്തെങ്കിൽ അവർ ഉപദേശിക്കും.
അത്യാവശ്യം കാറൊന്നും ഇല്ലെങ്കിൽ അവൻ ഉപദേശിയല്ലെന്ന്. പക്ഷെ പണ്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒന്നുമില്ലായിരുന്നു. അന്ന് ഉപദേശിമാരായിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെയൊക്കെ വീട്ടിൽ അന്നൊക്കെ ഉപദേശിമാർ, എന്റെ പപ്പായി വിളിച്ചത് ബാബുദേശി എന്നാണ്, ഉപദേശിയായിരുന്നു. സ്തോത്രം. ഉപദേശി വരുന്നേ എന്തൊക്കെയായിരുന്നു പറയുന്നു. സ്തോത്രം. പക്ഷേ അന്ന് ഈ തലത്തിലുള്ള സെറ്റപ്പ് അന്നില്ലെങ്കിലും അന്ന് ദൈവദാസന്മാരെന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു ബഹുമാനമായിരുന്നു. ഒരു ബഹുമാനം. വീട്ടിനകത്തൊരു ദൈവദാസൻ കയറി വന്ന ദൈവം ഇറങ്ങി വന്നതുപോലെ ഫീൽ ചെയ്യുന്നത്. അവരുടെ അധരത്തിലൂടെ കേൾക്കുന്ന ദൈവശബ്ദം ദൈവശബ്ദമായി എന്ന് വെളിപ്പെട്ടു വന്നു. അവർ കാലുകുത്തിയാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുന്നു. അവർ പറഞ്ഞാൽ അത് നടക്കുമായിരുന്നു. അന്ന് അവൻ ഈ പറയത്തക്ക സെറ്റപ്പില്ല. അന്നത്തെ പ്രവചനം എന്ന് പറയുന്നത് അവൻ മുഖപക്ഷം കൂടാത്ത പ്രവചനമായിരുന്നു. അന്നത്തെ ആരാധനയ്ക്കകത്തൊരു മഹത്വം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഇന്നെല്ലാം ഉണ്ട്, പക്ഷേ ആരാധനയുടെ ആഴം വെളിപ്പെട്ടില്ല. നമുക്കറിയാം സിയോൻ, ഈ സിയോൻ പർവ്വതത്തെ പറ്റി ബൈബിൾ പറയുന്നത്, സിയോൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തേജസ്സിന്റെ ആരാധന എന്ന്. തേജസ്സിന്റെ ആരാധന. ഇന്ന് ആരാധനയുണ്ടെങ്കിലും തേജസ്സില്ല. ആരാധനയുണ്ട്, പക്ഷെ തേജസ്സില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചിൽ പോയപ്പോ ഒരു ട്രമ്മ, അവിടെ ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ട്രമ്മാണ്. അടിച്ചടിച്ചടിച്ചടിച്ച അടിച്ച് ആ ട്രമ്മിന്റെ ഒരു ഭാഗം അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. ഞാൻ അവിടെ നോക്കുമ്പോഴത്തേക്ക് ട്രമ്മാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണം പ്രിയരെ, ഞാൻ നോക്കുമ്പോ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, ഒരു സൈഡ് ഇല്ല, മൊത്തം അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ അഭിഷേകം കയറുക എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഒരു ഇല്ല, ഇനി ആ ഒരു ഭാഗത്തെ തോല് മൊത്തം ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ ഈ സംഭവം എന്താ? അപ്പൊ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവനോട് പറയുന്നു, പ്രകടനമല്ല ആരാധന, പ്രകസനമല്ല ആരാധന. ഒരു സമയത്ത് ഈ വലിയ സെറ്റപ്പ് ഇല്ലെങ്കിലും അന്നത്തെ പ്രാർത്ഥനയ്ക്കകത്തൊരു ദൈവശക്തി ഉണ്ടായിരുന്നു. അന്നത്തെ ആരാധനയ്ക്കകത്തൊരു മഹത്വം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഈ മീറ്റിംഗിനകത്ത് ദൈവാത്മാ ഓർപ്പിക്കുന്നു, അന്നത്തെ പോലെ ഒരു മടങ്ങിവരവ് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ആമേൻ പറയാൻ തയ്യാറാകെ. പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ പറയുന്നു, അന്നത്തെ പോലെ ഒരാരാധന വെളിപ്പെടുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് ആഗ്രഹിക്കപ്പെടുകയാണ്. ഓ റാംശവേദിയാണ് വൈശപ്രഭാതിയാം ധനാണ്. ആമേൻ. നോക്കിയേ, ബൈബിൾ പറയുന്ന ബുദ്ധിയിൽ, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്ന, ബുദ്ധിയുള്ള ആരാധന. ഹല്ലേലൂയ. ബുദ്ധിയിൽ ആരാധിക്കുന്നുണ്ട്, ബുദ്ധിയുള്ള ആരാധനയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, നോക്കണം. അന്ന് ഈ പറയത്തക്ക സെറ്റപ്പുകളില്ല, അന്ന് ഈ പറയത്തക്ക രീതികളില്ല. ഇന്ന് ഞാൻ ഓർക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രാർത്ഥന നടന്നു. നോർത്ത് ഇന്ത്യയിൽ അതൊരു മരത്തിന്റെ ചോട്ടിലാണ് ആ പ്രാർത്ഥന നടന്നു. ആ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് അടുത്തുള്ള ഊരുകൾ കിടക്കുന്നവരെല്ലാം ഓടി വന്നു. കേൾക്കണോ പ്രിയരെ? ആ മരത്തിന്റെ ചോട്ടിൽ നിന്ന് ആരാധിച്ചപ്പോൾ, പാട്ടുപാടിയപ്പോൾ, അവൻ ചെവി കേൾക്കാത്തവരുടെ ചെവി തുറന്നു, കണ്ണു കാണാത്തവരുടെ കണ്ണു തുറന്നു. അവൻ ഇന്ന് രാത്രി ഞാൻ പറയാം, അവൻ പ്രകടനത്തിന്റെ പേരിൽ, പ്രകസനത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ തട്ടിപ്പ് വെട്ടിപ്പ് നടത്തി മനുഷ്യനെ കബളിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് പറയുന്നു, മടങ്ങി വരട്ടെ. ഇന്ന് രാത്രി പ്രകസനമല്ല ആരാധന എന്ന് പറയുന്നത്. ആത്മാവനോട് പറയുന്നു, ഇന്ന് രാത്രി ദൈവജനതനെ മടക്കി വരുത്തുന്ന രാത്രിയാണ്. ദൈവജനതനെ മടക്കി വരുത്തുന്ന രാത്രിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ
അന്നൊക്കെ ഉപദേശിമാര് നമ്മുടെയൊക്കെ വീട്ടിൽ കാലുവെച്ച അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഭയങ്കര ദൈവശക്തി ഉണ്ടായിരുന്നു. അവരുടെ വാക്കിനകത്ത് ഭയങ്കര ദൈവശക്തി ഉണ്ടായിരുന്നു. അവർ നമ്മുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. അന്നത്തെ ആരാധനയ്ക്കകത്ത് ദൈവസാന്നിധ്യമുണ്ട്. മരത്തിന്റെ ചോട്ടിലും വീടിന്റെ വരാന്തയിലും വീട്ടിനകത്തിരിക്കാൻ ഇടമില്ലെങ്കിൽ മുറ്റത്ത് പായിട്ട് അവൻ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് കൈയടിച്ച് ആരാധിക്കുമ്പോൾ ആ ആരാധന മണിക്കൂർ നീണ്ടുപോകും. ഇന്ന് ആദ്യം ഒരു പാട്ട് പാടും, അങ്ങോട്ട് ഒക്കുന്നില്ല. ആദ്യം അങ്ങോട്ട് പാടിയിട്ട് ആത്മാവ് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. രണ്ടാമത് പാടും, രണ്ടാമത്തെ പാട്ടിൽ ആത്മാവ് ഇറങ്ങുന്നില്ല. മൂന്നാമത്തെ പാട്ടിലാണ് ആത്മാവ് ഒന്ന് ഇറങ്ങുന്നത്. പക്ഷെ അന്ന് അങ്ങനല്ലല്ലോ. അന്ന് വന്നിരിക്കുമ്പോ മുഴകാലി ഇരിക്കുമ്പോ തന്നെ അല്പനിമിഷം ദൈവസാന്നിധ്യം അനുഭവിക്കാൻ തയ്യാറാകുമ്പോൾ ആ ആരാധന ഒരു മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടല്ല, അത് കണ്ടിന്യൂ തന്നെ ആരാധന അന്തരീക്ഷം മാറുന്നു. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവനോട് പറയുന്നു, ഈ മീറ്റിംഗ് ചിലരെ വേർതിരിക്കുന്ന രാത്രി, ഈ മീറ്റിംഗ് ചിലരെ മാറ്റിമറിക്കുന്ന രാത്രി, ഈ മീറ്റിംഗ് ചിലരുടെ പ്രാർത്ഥനയെ മാറ്റിമറിക്കുന്ന രാത്രി, ഈ മീറ്റിംഗ് ചിലരുടെ ആരാധനയെ മാറ്റിമറിക്കുന്ന രാത്രി. മനുഷ്യനാകുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ആ 2 കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കേ. ഈ അന്തരീക്ഷത്തിന്റെ അകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. എവിടേക്കോ ദൈവാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. ആരുടെയൊക്കെ ശരീരത്തിനകത്ത് ദൈവശക്തി ഇറങ്ങുന്നു. ചില ഞരമ്പിനകത്ത് ദൈവശക്തി ഇറങ്ങുന്നു. നിന്റെ ചിന്തക്കകത്ത് ദൈവശക്തി ഇറങ്ങുന്നു. നിന്റെ ബുദ്ധിക്കകത്ത് ദൈവശക്തി ഇറങ്ങുന്നു. ഇന്ന് രാത്രിയിൽ മഹത്വമുള്ള ആരാധന. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. എത്രയോ പ്രാവശ്യം യേശു കർത്താവ് പരീശന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ വൃഥാ ആരാധിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവ് പോലും പരീശന്മാരോട് പറഞ്ഞുകൊണ്ടിട്ടുണ്ട്, നിങ്ങൾ വൃഥാ ആരാധിക്കുന്നു. കണ്ടോ, പരീശന്മാരോട് പോലും കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ആരാധിക്കുന്നത് വൃഥാ ആരാധിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പറയും, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെയാകരുത്. അപ്പൊ പരീശന്മാരോട് പോലും കർത്താവ് പറയുന്നു, നിങ്ങൾ വൃഥാ ആരാധിക്കുന്നു. ഇവിടെ ആരാധനയുണ്ടോ എന്നുള്ള ചോദ്യം അല്ല അവിടെ വന്നിരിക്കുന്നത്. എങ്ങനെ ആരാധിച്ചു എന്നുള്ള ചോദ്യമല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ ആരാധിച്ചത് വൃഥായാണ്. ഇന്ന് രാത്രി ദൈവാത്മാവനോട് പറയുന്നു, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ ആരാധന ദൈവം കൈക്കൊള്ളുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ കരച്ചിൽ ദൈവം കാണുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ കണ്ണുനീര് ദൈവം കണ്ടിട്ടുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം. പരീശന്മാരോട് പറയുന്നു, നിങ്ങൾ ആരാധിക്കുന്നത് വൃഥാ എന്ന് വെച്ചാൽ വൃഥാ വാചാലകന്മാരെ പോലെ, ആരോ കാണിക്കാൻ വേണ്ടി, ആരെയോ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞായറാഴ്ച പള്ളി പോകുന്നു, പള്ളി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങി വരുന്നു, ഒരു ഞായറാഴ്ച തള്ളി നീക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവനോട് പറയുന്നു, വൃഥായുള്ള പ്രാർത്ഥനയല്ല, വാചാല പ്രിയമുള്ള ആരാധനയല്ല, കപടഭക്തിക്കാരെ പോലെ ആരാധനയല്ല. ഇന്ന് രാത്രി ദൈവാത്മാവനോട് പറയുന്നു, ഈ രാത്രി സ്റ്റോപ്പ് ചെയ്യാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ഞാൻ ഇന്ന് രാത്രി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പ്രിയരെ, ഒരു സമയത്ത് ഒന്നുമില്ലെങ്കിലും മാറി ഉടുക്കാൻ വസ്ത്രമില്ലാതെ, കിടക്കാൻ ഒരു വീടില്ലാതെ, കഴിക്കാൻ നല്ലൊരു ആഹാരമില്ലാതെ ഭാരപ്പെട്ട സമയത്തും ആരാധന നടുവിൽ വെളിപ്പെട്ടു വന്ന ദൈവമല്ലേ? ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ ദൈവമാ ചോദിക്കട്ടെ, അനുഭവമുള്ള ദൈവമക്കളിനെ തിരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആമേ പറയാൻ തയ്യാറാകെ. ഒന്ന് ചിന്തിച്ചു നോക്കി. മാറി ഉടുക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ആഹാരമില്ല, ഒരു
നല്ല ഭവനമില്ല. ഇതൊന്നുമില്ലെങ്കിലും അന്നത്തെ ആരാധനയ്ക്കകത്തൊരു മഹത്വം ഉണ്ടായിരുന്നു. അന്നത്തെ ദൈവസാന്നിധ്യത്തിന് ഒരു മഹത്വം ഉണ്ടായിരുന്നു. ഒരൊറ്റ ചോദ്യം ചോദിക്കുന്ന, അന്നത്തെ പോലെ ഒരാരാധനയിലേക്ക് തിരിച്ചു വരണമെന്ന് താല്പര്യമുള്ള ദൈവമക്കൾ ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവനോട് പറഞ്ഞ് സമർപ്പിച്ചോ. ആരൊക്കെയോ ദൈവാത്മാവ് ഇന്ന് രാത്രി അന്നത്തെ കണ്ണുനീരിലേക്ക് തിരിച്ചു വരുത്താൻ പോകുന്നു. ദൈവാത്മാവനോട് ചോദിക്കുന്നു, എവിടെ പോയി ആരാധന? എവിടെ പോയി അന്നത്തെ ആ പ്രാർത്ഥന? എവിടെ പോയി അന്നത്തെ ആ സ്തുതി? എവിടെ പോയി അന്നത്തെ കണ്ണുനീര്? ഇന്ന് രാത്രി ദൈവാത്മാവനോട് പറഞ്ഞു, കുഞ്ഞേ, മാതാവേ, പിതാവേ, തലമുറേ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറഞ്ഞ അന്നത്തെ പോലെ ഇന്ന് രാത്രി ദൈവം നിന്നെ മടക്കി വരുത്താൻ പോകുകയാ. ഹല്ലേലൂയ. അവിടെ ആരാധന ഉണ്ടോന്നല്ല ചോദിച്ചത്, ആരാധന ബുദ്ധിയുള്ള ആരാധനയാണോ എന്നാണ് അവിടെ ചോദ്യം. എന്നാ പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ വൃഥാ ആരാധിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തിമോഥെയോസിനോട് പറയുന്നൊരു പദമുണ്ട്, വൃഥാ വാചാലകന്മാരെ പോലെ നീയാകരുത്. സ്തോത്രം. മറ്റുള്ളവരെ പോലെ നീയാകരുത്. എന്നാൽ ഇന്നത്തെ ആരാധനയോ? ഇന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ചർച്ചിൽ ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് മുമ്പ് വിഷമിച്ച് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്താ, വരുന്നു, 2 പാട്ട് പാടുന്നു, സങ്കീർത്തനം വായിക്കുന്നു, സാക്ഷി പറയുന്നു, ഒരു മെസ്സേജ് കേൾക്കുന്നു, തിരിച്ചു വീട്ടിൽ പോകുന്നു. സ്തോത്രം. കൈയടിച്ചാൽ കൈയടിച്ചു, വാ തുറന്ന് പാടിയാൽ പാടി, പാടിയില്ലെങ്കിൽ ഇല്ല. എങ്ങനെങ്കിലും 2.5 മണിക്കൂർ തള്ളി നീക്കി ഞായറാഴ്ചത്തെ ആരാധന ക്ലോസ് ചെയ്ത് പലരും വീട്ടിൽ പോകുമ്പോൾ അന്നത്തെ ആരാധന കഴിഞ്ഞും ജനം പോകത്തില്ലായിരുന്നു. അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞും ജനം പോകത്തില്ലായിരുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവനോട് പറയുന്നു, ആരാധനയ്ക്കകത്തൊരു ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. ആരാധനയ്ക്കകത്തൊരു ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നു, ആരാധനയ്ക്കകത്തൊരു ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, എന്താ ആരാധന? ആരാധനയ്ക്കകത്ത് മെയിനായ ഒരു ഘടകമാണ് കർത്താവിന്റെ ഹിതം മനസ്സിലാക്കി ആരാധിക്കണം. സ്തോത്രം. കർത്താവിന്റെ ഹിതം മനസ്സിലാക്കി ആരാധിക്കണം. സ്തോത്രം. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെങ്കിലും ആരാധനയല്ല. ബൈബിൾ പറയുന്നത് കർത്താവിന്റെ ഹിതമറിഞ്ഞ ദൈവത്തെ ആരാധിക്കണം. ഇസ്രായേൽ മക്കളെ പറ്റി ദൈവം ആഗ്രഹിച്ചത് മറ്റൊന്നുമല്ലായിരുന്നു, എന്നെ ആരാധിക്കണം, എന്റെ ജനത്തെ വിട്ടയക്കണം. എന്താ കാര്യം? മറ്റൊന്നിനും നീ ആരാധിക്കരുത്, വേറെ ഒന്നിനെയും നീ വണങ്ങരുത്, വേറെ ആരെയുമല്ല ആരാധിക്കേണ്ടത്, എന്നെ അവരാരാധിക്കണം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇസ്രായേൽ ജനത്തോട് ദൈവം ആഗ്രഹിച്ചത് അടിമ ചങ്ങലക്കകത്ത് കിടക്കുന്ന, വിശ്രമിക്കിടക്കുന്ന ദൈവജന ദൈവം പിടിപ്പിക്കാനുള്ള ഏക ആരാധനയ്ക്കകത്ത് നമുക്കൊരു തൃപ്തി വരണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. ചില നോക്കി എത്ര ആരാധിച്ചാലും തൃപ്തിയല്ല, ഒരു തൃപ്തിയില്ല. എത്രയോ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, അങ്ങോട്ട് ആരാധിച്ചോട്ടൊരു തൃപ്തി വരുന്നില്ല. ശ്രദ്ധിക്കണം. ഇവിടെ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ചിട്ട് പറയുക, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. അവിടെ എന്നെ പരിശുദ്ധാത്മാവ് എന്നെ വളരെ ചിന്തിപ്പിച്ചു. എന്നിരിക്കുന്നത് ആദ്യത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിന്, നമ്പർ 1, ഒന്ന് എങ്ങനെ ആരാധിക്കണം? ഒന്ന്, ദൈവത്തിന്റെ മനസ്സിനെ ഓർത്ത് ദൈവത്തെ ആരാധിക്കണം.
ദൈവത്തിന്റെ മനസ്സിനെ ഓർത്ത് ആരാധിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, ദൈവത്തിന്റെ മനസ്സലിവ് ഓർത്ത് നീ ആരാധിക്കണം. ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് രണ്ട് കൂട്ടം കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, മനസ്സലിവോടെ, ബുദ്ധിയോടെ, കൃപയോടെ ആരാധിക്കണമെങ്കിൽ ഒന്ന് പുറമോട്ടുള്ള ജീവിതം നീ ഒന്ന് പരിശോധിച്ചു നോക്കണം. എന്താ പുറമോട്ടുള്ള ജീവിതം? പുറകാലെയുള്ള ജീവിതം ഒന്ന് പരിശോധിക്കണം. എന്താ കാര്യം? നടത്തിയ വഴികൾ, പരിപാലിച്ച മഹത്വം. ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മറവിൽ മറച്ചത് പോലെ നിന്നെ മറച്ചത്, വഴിയിൽ പട്ടുപോകാതിരിപ്പം അവന്റെ കരത്തിൽ നിന്നെ താങ്ങിയത്, ഇന്നലകളിൽ നിന്റെ തലമുറ പരിപാലിച്ച ദൈവം, നിന്റെ തല കുനിക്കുമെന്ന് നാട്ടുകാർ വിധി പറഞ്ഞപ്പോൾ ആ വിധിയെ മാറ്റിമറിച്ച ദൈവം, നിന്നെ പരിപാലിച്ച ദൈവത്തെ ഇന്ന് രാത്രിയിൽ ആരാധിക്കാൻ പുറപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി മനസ്സിലാക്കുക. ഒന്ന് പുറമോട്ട് ചിന്തിച്ചു നോക്കണം. എന്താണ്? എവിടൊക്കെയാണ് ദൈവം നിനക്ക് മനസ്സലിവ് തോന്നിയത് എന്നാദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അവൻ മനസ്സലിഞ്ഞ ദൈവം. നിങ്ങൾ ഓർത്ത് നോക്കി, നല്ല ശമരിയക്കാരന്റെ കഥ നമുക്കറിയാം, ഇല്ലേ? ഒരു നല്ല ശമരിയക്കാരൻ, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര തിരിച്ചപ്പോൾ ബൈബിൾ പറയുന്നത്, അർത്ഥപ്രാണനായി അവൻ വഴിയേറി കിടക്കുമ്പോൾ ഒരു പുരോഹിതൻ വന്നിട്ട് അവനെ കണ്ട് മനസ്സറിയാതെ മാറി കടന്നുപോയി. ഒരു ലേവ്യൻ വന്നിട്ട് അവനെ കണ്ട് മനസ്സറിയാതെ മാറി കടന്നുപോയി എന്ന് ബൈബിൾ പറയുന്നത്. നല്ല ശമരിയക്കാരനോ, നോക്കിയേ, ഒരു പുരോഹിതൻ കണ്ടിട്ട് കാണാത്തവനെ പോലെ മനസ്സറിഞ്ഞില്ല അവന്. അപ്പൊ ഒരു കാര്യം സത്യമാ, മനസ്സറിവെന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകത്തില്ലെന്ന്. നല്ലൊരു ആമേൻ പറ. സ്വന്തം മനസ്സറിവെന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകത്തില്ലെന്ന്. എടാ, പുരോഹിതൻ വന്നിട്ട് അവനെ കണ്ടിട്ട് മനസ്സറിഞ്ഞില്ലെന്ന്, ലേവ്യൻ വന്നിട്ട് അവനെ കണ്ട് മനസ്സറിഞ്ഞില്ലെന്ന്. എന്താ ബൈബിള് പറഞ്ഞ? നല്ല ശമരിയക്കാരനോ, മനസ്സറിവുള്ളവന്റെ പ്രത്യേകത എവിടെയാണോ തകർന്നു കിടക്കുന്നത് ആ സ്പോട്ടിൽ അവന്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ് പ്രത്യേകത. എവിടെയാണോ അവൻ കിടക്കുന്നത്, എവിടെയാണോ അവൻ ഭാരപ്പെട്ടിരിക്കുന്നത്, അവിടെ എത്തുക എന്നുള്ളതാ. ഇന്ന് രാത്രിയിൽ ആരുടെക്കോ ദൈവാത്മാവ് ദൂതായിട്ട് പറയുന്നു. ചില പ്രത്യേക വിഷയത്തിന്റെ അകത്ത് നിൽക്കുന്ന ചില വ്യക്തിജീവിതത്തോട് ദൈവാത്മാവ് ഇടപെടുന്നു. താമസമില്ല. പലരും നിന്നെ കണ്ടിട്ട് മുഖം തിരിച്ചു മാറിപ്പോയെങ്കിൽ ഇന്ന് രാത്രി ചിലരെ നോക്കി ദൈവാത്മാവ് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഒരുവൻ ഇന്ന് രാത്രി മനസ്സറിയാൻ പോകുക. ആമേൻ പറഞ്ഞോ? ഇന്ന് രാത്രി ദൈവാത്മാവനോട് പറയുന്നു, ഈ രാത്രി ചിലതിന്റെ അരികിൽ എത്തുന്ന രാത്രിയായി ഈ മീറ്റിംഗ് മാറിക്കൊണ്ടിരിക്കുന്നു. അടകമനഗതിയാണ് വൈഷപ്രഭാതയ അല്പസമയം മഹത്വം ആമെ കൊടുക്കാൻ ദൈവമൊക്കെ തയ്യാറാകട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി അത്തരം തുറന്നിട്ട് ദൈവാത്മാവിനോട് പറയുന്നു, ചിലരോട് ദൈവാത്മാവ് മനസ്സറിയാൻ പോകുന്നു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, നല്ല ശമരിയക്കാരന്റെ പ്രത്യേകത എന്താ? അർത്ഥപ്രാണനെ വഴിയേറി കിടക്കുന്നവന്റെ അരികിലെത്തി. ഇതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് നോക്കണം, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച്. അപ്പൊ ഇന്ന് രാത്രി നിങ്ങൾ ഓർക്കണം, ആരാധനയുടെ വലിയൊരു പ്രാധാന്യതയാണ്. ഒന്ന് പുറമോട്ട് ചിന്തിക്കണം. എന്ത് ചിന്തിക്കണം? മനസ്സലിഞ്ഞ ഒരു ദൈവം. ആരോരും ഇല്ലാതെ നീ ഒറ്റപ്പെട്ടപ്പോ നിന്റെ അരികിൽ വന്നതിന്റെ മുറിവിനെ കെട്ടിയ ദൈവം, നിന്റെ വിലാപത്തെ നൃത്തമാക്കി തന്ന ദൈവം, നിന്റെ രട്ടടിച്ച ദൈവം, നിന്റെ കണ്ണുനീരെ തുടച്ച ദൈവം ഇന്ന് രാത്രി ദൈവാത്മാവനോട് പറയുന്നു, ആ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ആരുടെയൊക്കെ ശരീരങ്ങളിൽ വെളിപ്പെട്ടു വരുന്ന രാത്രിയായി മാറുക.
സ്തോത്രം. മനസ്സലിഞ്ഞില്ലേ നിനക്ക് വേണ്ടി? നിന്റെ കുടുംബത്തിന് വേണ്ടി അവൻ മനസ്സലിഞ്ഞില്ലേ? ഇന്ന് രാത്രി മീറ്റിംഗ് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ നെഞ്ചത്ത് കരം വെച്ച് പറ, അന്നവൻ മനസ്സലിഞ്ഞില്ലായിരുന്നെങ്കിൽ, അന്നവൻ എന്നോട് കരുണ കാണിച്ചില്ലായിരുന്നെങ്കിൽ. കുറച്ചുകൂടി ഞാൻ പറയാം, മനസ്സലിയ എന്ന് വെച്ച കരുണ തോന്നുക എന്നർത്ഥം. കരുണ തോന്നി. റോമാലേഖനം 2-ാം അധ്യായം 3-ാം അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, എന്തിന് കരുണ തോന്നി, എന്തുകൊണ്ട് കരുണ തോന്നി, ഏത് വിഷയത്തിൽ കരുണ തോന്നി? പാപത്തിൽ നിന്ന് അവൻ നമ്മെ മനസ്സറിഞ്ഞ് അവൻ നമ്മളെ വിടുവിച്ചു എന്നാണ് ഇരിക്കുന്നത്. മനസ്സറിഞ്ഞു പാപത്തിൽ നിന്ന്. ഞാൻ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ നിറവിൽ പറയട്ടെ, അവൻ ഇന്ന് രാത്രി മനസ്സറിഞ്ഞ ദൈവമല്ലേ? കരുണ കാണിച്ച ദൈവമല്ലേ? നടത്തിയ ദൈവമല്ലേ? അവൻ മനസ്സറിഞ്ഞോ എന്ന് ചോദിച്ചാൽ പറയാൻ വാക്കുകളില്ല പ്രിയപ്പെട്ടവരെ. മഹാമാരി വന്നപ്പോഴും, കോവിഡ് എന്ന മഹാവ്യാധി വന്നപ്പോഴും, ഈ സ്റ്റേജിലൂടെല്ലാം നമ്മൾ കടന്നുപോയപ്പോൾ, പലരും മൺമറിഞ്ഞ് മാറ്റപ്പെട്ടപ്പോൾ, കൃപയാൽ അവൻ മനസ്സറിഞ്ഞു. കൃപയാൽ അവൻ മനസ്സറിഞ്ഞു. നിന്റെ കുടുംബത്തിൽ ആള് കുറയാതിരിക്കാൻ, നിന്റെ കുടുംബത്തിനകത്തൊരു തകർച്ച വരാതിരിക്കാൻ അവൻ മനസ്സറിഞ്ഞ് നിന്നെ പിടിപ്പിച്ച ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആമേ പറഞ്ഞാട്ട്. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ചില വ്യക്തിജീവിതങ്ങളുടെ ദൈവാത്മാവനോട് പറയുന്നു, മരണം പിന്തുടർന്ന സ്ഥാനത്ത് എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു. വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു പക്ഷി തന്റെ പ്രാണനിൽ നിന്ന് വിടുവിച്ചത് പോലെ വിടുവിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. ആത്മാവനെ കാണിക്കുന്നു. ഓ, ശക്തിയോടെ ദൈവം കാണിക്കുന്നു. മരണം നിന്നെ തേടി വന്നപ്പോ മനസ്സറിയാതെ പലരും മാറി നിന്നപ്പോ മനസ്സറിഞ്ഞൊരു അപ്പന്റെ സ്നേഹം ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഈ രാത്രി അവൻ പറയാൻ തയ്യാറാകട്ടെ. അവൻ നല്ലവനല്ലോ, അവന്റെ ഭയം എന്നേക്കുമുള്ളത്. അവൻ നല്ലവനല്ലോ, അവന്റെ ഭയം എന്നേക്കുമുള്ളത്. സ്തോത്രം. നിങ്ങൾ വിചാരിക്കും ഈ പ്രസംഗിക്കുന്ന ഞാന് ഹാപ്പി അല്ല പ്രിയരെ. ഒരു വലിയ തകർച്ചയിൽ നിന്ന് വിടുവിച്ച ദൈവനെ. ദൈവം ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്ക് വേണ്ടി മനസ്സലിഞ്ഞോ എന്ന് ചോദിച്ചാൽ, എത്രയോ അപകടത്തിൽ നിന്നാണ് കരകയറ്റിയതല്ലേ, എത്രയോ അനർത്ഥ്യത്തിൽ നിന്നാണ് വിടുവിച്ചല്ലേ. പറയാൻ വാക്കുകളില്ല, വർണ്ണിക്കാൻ വാക്കുകളില്ല. എന്നാൽ അടുത്ത വാക്യത്തിൽ പറഞ്ഞ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായി. എങ്ങനെ ആരാധിക്കണം? നടത്തിയതോർത്ത് ദൈവത്തെ ആരാധിക്കണം, പരിപാലിച്ചതോർത്ത് ദൈവത്തെ ആരാധിക്കണം. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള, നോക്കണം, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് ആരാധനയുടെ ഒരു ഭാഗം വെളിപ്പെട്ടിട്ട്, ആരാധനയുടെ ഒരു അന്തരീക്ഷം വെളിപ്പെട്ടിട്ട് ദൈവാത്മാവിനോട് പറയുന്നു, നിന്റെ ആരാധന ഒരു യാഗമായി വെളിപ്പെടട്ടെ. സ്തോത്രം. ഒറ്റക്കാരിയുടെ പറഞ്ഞ് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ ഞാൻ കർത്താവിന് ശരണപ്പെടും. പഴയ നിയമത്തിൽ
ആദ്യത്തെ വഴിപാടെന്ന് പറയുന്നത് കായീനും ഹാബേലുമാണ് കഴിച്ചത്. ആദ്യത്തെ വഴിപാട് നമുക്കറിയാം. കായീനും ഹാബേലും അവരുടെ അനുഭവത്തിൽ നിന്ന് നല്ലതിനെയാണ് അവർ യാഗം കഴിച്ചത്. പക്ഷെ ബൈബിൾ പറയുന്നൊരു പദം കേട്ട്, ആബേലിലും അവന്റെ വഴിപാടിന് പ്രസാദിച്ചു. ഒരു കാര്യം വ്യക്തമല്ലേ, യാഗത്തെക്കാൾ പ്രാധാന്യതയാണ് യാഗമർപ്പിക്കുന്നവൻ. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഹാബേലിനും അവന്റെ വഴിപാടിന് പ്രസാദിച്ചു. അതല്ലാതെ വഴിപാടിനും ഹാബേലിനും പ്രസാദിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. ഹാബേലിൽ ഇറങ്ങി വന്ന ദൈവമാണ് അവന്റെ പ്രശ്നത്തിന് പരിഹാരം വന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവം അവനോട് പറയുന്നു, യാഗത്തെക്കാൾ പ്രാധാന്യതയാണ് യാഗമർപ്പിക്കുന്നവൻ. രോഗത്തെക്കാൾ വലുതാണ് നീ, അവൻ ബന്ധനത്തെക്കാൾ വലുതാണ് ഞാൻ. ഇന്ന് രാത്രി ദൈവം അവനോട് പറയുന്നു, രോഗമല്ല വലുത്, ബന്ധനമല്ല വലുത്, ഇന്ന് രാത്രി ഞാനാണ് വലുത്. എന്താ കാര്യം? ഈ ശരീരത്തിലാണ് ദൈവം ഇറങ്ങി വരുന്നത്. ആത്മാവിനോട് പറഞ്ഞു, നിന്റെ അകത്തൊരു തീ ഇറങ്ങിയാൽ, നിന്റെ അകത്തൊരു ദൈവസാന്നിധ്യം ഇറങ്ങിയാൽ, നിന്റെ അകത്തൊരു കർത്തന് വെളിപ്പെട്ടാൽ, നിന്റെ അകത്തൊരു അഭിഷേകം വെളിപ്പെട്ട ചിലത് ഇന്ന് രാത്രി പോട്ടി അഴിയും കുഞ്ഞെ. ഇന്ന് രാത്രി നിന്റെ അകത്തൊരു തീ ഇറങ്ങിയാൽ, വ്യവസ്ഥക്കകത്തുള്ള ആരാധനയ്ക്കകത്തൊരു തീ ഇറങ്ങിയാൽ, വ്യവസ്ഥയോടുള്ള ആരാധനയ്ക്കകത്തൊരു തീ ഇറങ്ങിയാൽ, നിന്നെ പിടിച്ചു വച്ചിരിക്കുന്ന ചിലത് ഇന്ന് രാത്രി ദൈവാത്മാവ് അതിനെ പൊട്ടിച്ചഴിക്കുമെന്ന ദൈവാത്മാവ് ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് എന്നോട് സംസാരിക്കാൻ പറയുന്നു. നിങ്ങൾ ചോദിക്കട്ടെ, പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ നിന്ന് ആരാധിച്ചപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു. വെറും 2 പേരല്ലേ? എടാ, അഭിഷേകമുള്ള ഒരുത്തനുണ്ടെങ്കിൽ എന്തിനാ 100 പേര്? വേദപുസ്തകത്തിനകത്ത് 2 ഏലിയാവില്ല. വേദപുസ്തകത്തിനകത്ത് 2 ഏലീശ ഇല്ലെന്ന്. ഏലിയാവ് ഒരുത്തനെ ഉള്ളായിരുന്നു. എന്തിനാ 2 എണ്ണം? അഭിഷേകമുള്ള ഒരാളുണ്ടെങ്കിൽ, അഭിഷേകമുള്ള ഒരുത്തനുണ്ടെങ്കിൽ, കൃപ പ്രാപിച്ച ഒരുത്തനുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവനോട് പറഞ്ഞു, ആ യാഗത്തിന്റെ അകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങും. എന്തിനാ ഒത്തിരി? നമുക്കൊരു 10 പേരുണ്ടെങ്കിൽ കൈയടിക്കാൻ എളുപ്പമാ. ഒരു 100 പേരുണ്ടെങ്കിൽ ആരാധനയ്ക്ക് ഒരു പ്രത്യേക കൊഴുപ്പാണ്. സ്തോത്രം. കിന്നരവും വാദിക്കുന്ന അല്ലെങ്കിൽ കീബോർഡും മറ്റ് സംവിധാനങ്ങളുണ്ടെങ്കിൽ ആരാധനയ്ക്ക് ഒരു ഇമ്പമാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ ആരാധനയുടെ സാന്നിധ്യം വെളിപ്പെടുന്നത് നീ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അത് വെളിപ്പെടണം. നീ തള്ളപ്പെടുമ്പോൾ അത് വെളിപ്പെടണം. ആരുമില്ലാതിരിക്കുമ്പോൾ അത് വെളിപ്പെട്ടു വരണം. ഇന്ന് രാത്രി ദൈവം അവനോട് പറയുന്നു, രോഗമല്ല വലുത്, ബന്ധനമല്ല വലുത്. ഇന്ന് രാത്രി ദൈവം പറയുന്നു, നീയാണ് വലുത്. അങ്ങനെയെങ്കിൽ ദൈവാത്മാവിനോട് പറയുന്നു, അത് യാഗത്തെക്കാൾ പ്രാധാന്യതയാണ് യാഗമർപ്പിക്കുന്നവൻ. പ്രശ്നത്തെക്കാൾ വലുതാണ് ഞാൻ, രോഗത്തെക്കാൾ വലുതാണ് ഞാൻ, ബന്ധനത്തെക്കാൾ വലുതാണ് ഞാൻ. അങ്ങനെ ഇന്ന് രാത്രി ആ ദൂത് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവനോട് പറയുന്നു, ബന്ധനത്തെക്കാൾ പ്രാധാന്യത ഞാനാണ്. കായിനോട് പറഞ്ഞു കേട്ടോ. എന്താ പറഞ്ഞേ? കായിന്റെ യാഗത്തെ ദൈവം പ്രസാദിച്ചില്ല. എന്ന കാര്യം? പാപം നിന്റെ പടിവാതിക്ക് കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാണ്. ഞാൻ ഇന്ന് രാത്രി ദൂത് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്നു, ഇന്ന് രാത്രി നിന്റെ ആരാധന ഒരു യാഗമായി വെളിപ്പെട്ടു വരാൻ പോകുന്നു. പഴയ നിയമത്തിൽ എഴുതപ്പെട്ട യാഗമെന്ന് കൊടുത്തിരിക്കുന്നത് ഒരാരാധനയായി ഇത് വെളിപ്പെട്ടു വന്നു. പഴയ നിയമത്തിൽ എവിടൊക്കെ യാഗമെന്ന് എഴുതിയോ അത് ആരാധനയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവനോട് പറയുന്നു, ആമേ, അങ്ങനെ ഇന്ന് രാത്രി സമർപ്പിക്കാൻ തയ്യാറായാൽ എന്നോട് പരിശുദ്ധാത്മാവനോട് പറയുന്നു, എവിടേക്കോ ചില മരിച്ച അവസ്ഥക്കകത്തേക്ക് ദൈവത്തിന്റെ തീ ഇന്ന് രാത്രി ഇറങ്ങി വരുന്ന രാത്രിയായി മാറുന്നു. ആടന സിയാന്തനോ
ചില ശരീരത്തിനകത്ത് ദൈവശക്തി ഇറങ്ങുന്നു. യെസ്, ഇന്ന് രാത്രി ദൈവാത്മാവിനെ കാണിക്കുന്നു. ചില ശരീരത്തിന്റെ അകത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ചില തലമുറയ്ക്കകത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. എവിടേക്ക് പരിശുദ്ധാത്മാവ് ആരൊക്കെ തൊട്ടോണ്ടിരിക്കുന്നു. ആത്മാവിനോട് പറയുന്നു, ആരൊക്കെയോ ദൈവാത്മാവ് തൊടുന്നു. ചില മരണ കെട്ടുകളെ ആത്മാവ് ആഴിയട്ടെ. ഇപ്പോൾ തന്നെ ചിലത് ഇപ്പോൾ തന്നെ ആഴിയട്ടെ. ഇന്ന് വരെ പകരപ്പെടാത്ത ഒരഭിഷേകം ഇന്ന് രാത്രി ആരുടെ മേലേക്ക് ഒരാത്മയുടെ നാവായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇറങ്ങി വന്ന് അവരെ വചനം വഹിച്ചു ദൈവം തമ്പുരാൻ വിടുവിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയുന്നു. ബുദ്ധിയിൽ ഉള്ള ആരാധനയല്ല, ബുദ്ധിയുള്ള ആരാധന. ബുദ്ധിയുള്ള ആരാധന. സാഹചര്യം മനസ്സിലാക്കി, അവസ്ഥ മനസ്സിലാക്കി ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമക്കൾ ഇന്ന് രാത്രി തയ്യാറുണ്ടെങ്കിൽ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായിട്ട് എന്നോട് പറയുന്നു, ചില വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങുന്നു. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ പൗലോസും ശീലാസും അവർ രണ്ടുപേർ ഒരുമിച്ച് നിന്ന് കാരാഗ്രഹത്തിൽ ദൈവത്തെ ആരാധിച്ചു. ബൈബിൾ പറയുന്നത് എന്താണ്? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകുമാറ് ദൈവശക്തി വെളിപ്പെട്ടു. അവൻ രണ്ടുപേര് ഏക മനസ്സോടെ ആരാധിച്ചപ്പോ കാരാഗ്രഹത്തിന് അടിസ്ഥാനം ഇളകി മാറിയത്തക്കവണ്ണം ആരാധന അന്തരീക്ഷം മാറിയെങ്കിൽ കാരാഗ്രഹ പ്രമാണി ചോദിച്ച ചോദ്യമുണ്ട്, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ആരാധനയ്ക്കകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോൾ പൗലോസും ശീലാസും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി കാരാഗ്രഹ പ്രമാണി അപ്പുറേ ഇപ്പുറേ പടയാളികളെ പോലെ നിൽക്കുകയാണ്. ശരിക്കും ചോദിക്കേണ്ടത്, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കേണ്ടത് അകത്ത് കിടക്കുന്നവരാ ചോദിക്കേണ്ടത്. കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുന്നവരാ ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്നത് അകത്ത് കിടക്കുന്നവരല്ല, പുറത്ത് കിടക്കുന്നവർ ചോദിക്കുന്നത്. യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം വ്യക്തമല്ലേ? അകത്തൊരാരാധന വെളിപ്പെട്ടപ്പോ പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലായി, എവിടെയോ ഞങ്ങൾ കേട്ടപ്പെട്ടാണ് കിടക്കുന്നത്. ഇന്ന് രാത്രി ദൈവാത്മാവനോട് പറയുന്നു, അകത്താരാധന വെളിപ്പെട്ട പുറത്ത് ചിലത് അഴിയുമെന്ന് ഈ രാത്രി ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എവിടേക്കോ ദൈവാത്മാവ് ആരൊക്കെ തൊടുന്ന രാത്രിയാ ഈ അന്തരീക്ഷം മാറട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയപ്പെടുകയാണ്. ഞാൻ ആത്മാവിന് ഈ സന്ദേശം പറഞ്ഞിവിടെ അവസാനിപ്പിക്കുമ്പോൾ, അതൂതി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക. ശരിക്കും കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുന്നവൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ, രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പക്ഷെ ആരാധന ശക്തി വെളിപ്പെട്ടപ്പോൾ പുറത്ത് നിൽക്കുന്നവൻ ചോദിക്കുന്ന ചോദ്യമാണ്, യജമാനന്മാരെ ഞങ്ങൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ചോദ്യം അവര് ചോദിക്കണമെങ്കിൽ അകത്ത് കിടക്കുന്നവർ രക്ഷപ്പെടാതിരിക്കൽ പുറത്ത് നിന്നിട്ട് അകത്തോട്ട് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, അവരിയ്ക്കുന്നിടത്ത് ഭയങ്കര ഒരു തീ ഇറങ്ങിയതായി അവരൊരു പക്ഷെ കണ്ടു കാണും. എന്നോട് ഇന്ന് രാത്രി ദൈവാത്മാവനോട് പറയും, നീ ഇരിക്കുന്നിടത്ത് ദൈവശക്തി ഇപ്പൊ ഇറങ്ങി വരാൻ പോവാ. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും പറയട്ടെ. ആരൊക്കെ ദൈവാത്മാ തൊട്ടുകൊണ്ടിരിക്കുന്നു. ചിലക്ക് ഇരിക്കാൻ കഴിയാത്ത വണ്ണം ദൈവശക്തി ആരുടെയൊക്കെ ശരീരത്തിൽ ദൈവാത്മാ വഹിച്ചുകൊണ്ടിരിക്കുന്നു. അല്പനിമിഷം ആത്മനിർമ്മ പ്രാപിച്ച ദൈവമക്കൾ ആദരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവശക്തി ആരുടെയൊക്കെ ശരീരത്തിൽ പിടിച്ചു വെക്കരുത്. മനസ്സിലാകുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞ് തുടങ്ങട്ടെ. ഈ അന്തരീക്ഷം മൊത്തം ചലനമുണ്ടാകട്ടെ. ഈ അന്തരീക്ഷത്തിനകത്ത് ചാരിക്കപ്പെടട്ടെ. റാംസവാധിയാരകട്ടെ. ചിലത് പൊട്ടി ഇളകി വരുന്നു, ചിലത് പൊട്ടി വരുന്നു. ദൈവാത്മാവനെ കാണിക്കുന്നു, ചിലത് പൊട്ടി വരുന്നു. ഇന്ന് പക ചിലത് പൊട്ടി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചിലത് പൊട്ടി വരുന്നു. ചില പ്രശ്നത്തിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ തീ കത്തുന്നു. ചില വിഷയത്തിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ ചലനമിറങ്ങുന്നു. എവിടേക്ക് പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ ഉള്ളത്തിൽ ചലനമായി, തീയായി, മഹത്വമായി, അഗ്നിയായി ഇന്ന് രാത്രി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ 4ാമത്തെ ദിവസം ദൈവത്തിന്റെ തീയായി ഇന്ന് രാത്രി അന്തരീക്ഷത്തിന്റെ അകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രാപിക്കാനുള്ളവരെ പ്രാപിക്കാൻ തയ്യാറാകെ, വിടുവിക്കപ്പെടേണ്ടവർ ഇന്ന് രാത്രി വിടുവിക്കപ്പെടാൻ തയ്യാറാകെ. എവിടേക്കോ ദൈവശക്തി ആരുടെയൊക്കെ ഉള്ളിനകത്തേക്ക് ഇറങ്ങി ചലിച്ചുകൊണ്ടിരിക്കുന്നു. വൈഷപ്രഭാതിക എല്ലാ കണ്ണുകളും അടച്ച് ഇരിക്കുന്ന ദൈവമക്കൾ വെറുതെ ഇരിക്കാതെ അല്പസമയം അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആദര തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്. പരിശുദ്ധാത്മാവിനോട്
പറഞ്ഞു, ദൈവദാസനെ, ഈ സൂമിലുള്ള മീറ്റിംഗ് എവിടേക്കോ ചലിക്കാൻ പോവുക. ഏതൊക്കെയോ രാജ്യത്തിന്റെ അകത്തേക്ക്, ഏതൊക്കെ പട്ടണത്തിന്റെ അകത്തേക്ക്, രാജ്യങ്ങളിൽ പട്ടണങ്ങളിലേക്ക് ഈ ആരാധന അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇവിടെ അവസാനിക്കത്തില്ല, ഇത് ഇവിടെ അവസാനിക്കത്തില്ല. ദൈവാത്മാവനോട് പറയുന്നു, ഇത് ഇവിടെ അവസാനിക്കത്തില്ല. ആരുടെ മലയ്ക്കോ ദൈവത്തിന്റെ തീയായി ഇന്ന് രാത്രി അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായ ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് റാംസവാദിയാന ചിലര് ഇന്ന് രാത്രി സ്വതന്ത്രമാകുന്നു, ചിലര് ഇന്ന് രാത്രി സ്വതന്ത്രമാകുന്നു, ചിലര് ഇന്ന് രാത്രി സ്വതന്ത്രമാകുന്നു. എന്തോ ഒരു ഭയങ്കര സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവാത്മാവ് ചിലരെ നയിച്ചോണ്ടിരിക്കുന്നു. ദൈവാത്മാവ് ചിലരെ നയിച്ചോണ്ടിരിക്കുന്നു. ആത്മാവിനെ കാണിക്കുന്ന ചില കൂടാരത്തെ ദൈവാത്മാവ് തൊടുന്നു, ചില തലമുറകളെ ദൈവം തൊടുന്നു, ചില സാമ്പത്തിക വിഷയത്തെ ദൈവം തൊടുന്നു, ചില വ്യക്തി ജീവിതത്തെ ദൈവാത്മാവ് തൊടുന്നു, ചില മേഖലയ്ക്കകത്ത് ദൈവാത്മാവ് തൊടുന്നു, ചില വിഷയത്തിന്റെ അകത്തേക്ക് ദൈവാത്മാവ് തൊടുന്നു. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവ് ഇന്ന് രാത്രി തൊടുന്നു. ആരുടെക്ക് അകത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി തൊട്ടുകൊണ്ടിരിക്കുന്നു. ആമേ പറയാൻ പറ്റുന്നവർ ഇന്ന് രാത്രി ആമേ പറഞ്ഞു. ദൈവ ചിലരെ തൊട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അണയപ്പെടട്ടെ. ചിലർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ചിലർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ദൈവശക്തി അവരുടെ ശരീരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പകർന്നുകൊണ്ടിരിക്കുന്നു. ചിലരുടെ ശരീരങ്ങളിലേക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ദൈവശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ദൈവശക്തി ഇറങ്ങുന്നു. സ്വതന്ത്രരായിക്കൊണ്ടിരിക്കുന്നു ആത്മശക്തി. ഇന്ന് രാത്രി ആരുടെയൊക്കെ ശരീരങ്ങളിൽ പരിശുദ്ധാത്മാവ് പകർന്നുകൊണ്ടിരിക്കുന്നു. അല്പനിമിഷം, ഒരു 5 മിനിറ്റ് ആമ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ആമെ ദൈവത്തെ ആരാധിക്കാൻ പ്രിയമുള്ളവർ തയ്യാറാകട്ടെ. എവിടേക്കോ ദൈവാത്മാവ് ആരുടെയൊക്കെ ഉള്ളത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയുന്നു, നീ ഒന്ന് പുറമോട്ട് ചിന്തിച്ചു നോക്ക്, നീ ഒന്ന് വന്ന വഴി നോക്ക്. ആരുമില്ലാതിരുന്നപ്പോൾ, ആരും നിന്നെ കരം പിടിക്കാതില്ലായിരുന്നപ്പോ, ഒറ്റപ്പെട്ടപ്പോ, തകർന്നിരുന്നപ്പോ, നിന്നോട് മനസ്സറിഞ്ഞ് അവൻ ഇറങ്ങി വന്ന ദൈവമല്ലേ, അവൻ നിന്നെ നടത്തിയ ദൈവമല്ലേ, അവൻ നിന്നെ പരിപാലിച്ച ദൈവമല്ലേ. ആത്മാവനോട് പറയുന്നു, അവന്റെ തേജസ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരട്ടെ. പിതാവേ, ഇന്ന് രാത്രി ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അവരെ സ്വതന്ത്രരാകട്ടെ യേശുവിൻ നാമത്തിൽ. കമോൺ, സ്വതന്ത്രരാകട്ടെ, സ്വതന്ത്രരാകട്ടെ. ഇപ്പോൾ തന്നെ സ്വതന്ത്രരാകട്ടെ യേശുവിൻ നാമത്തിൽ. സ്വാതന്ത്ര്യത്തിലേക്ക് ഇവർ മടങ്ങി വരട്ടെ, സ്വതന്ത്രരാകട്ടെ. ആത്മാവനോട് തൊടുന്നു. റാംസവേദികൾ ഖനാദ ശമാന വൈഷപ്രഭാതികം തന്നെ തൊടുന്നു. ദൈവാത്മാവനോട് പറയുന്നു, തൊടുന്നു. കട്ടിയാണ് അടയ്ക്കപ്പെട്ട കല്ലറയ്ക്കകത്തുനിന്ന് ലാസറിനെ പുറത്തെടുത്തതുപോലെ മാർത്ത പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കത്തില്ല. മറിയ പറഞ്ഞു, ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ ഞാൻ അവനെ കണ്ടോളാന്ന് പറഞ്ഞു. എന്റെ കർത്താവ്, ഇതൊന്നുമല്ല വിഷയം, എന്റെ കർത്താവ് ലാസറിനെ കല്ലറയ്ക്ക് അരികിരുന്ന് കണ്ണുനീർ വാർത്തപ്പോൾ അടയ്ക്കപ്പെട്ട കല്ലറയ്ക്കകത്തുനിന്ന് മരിച്ചു പോയവനെ പുറത്തെടുത്തെങ്കിൽ ദൈവാത്മാവിനോട് പറയുന്ന ആരൊക്കെയോ ഈ അന്തരീക്ഷത്തിന്റെ അകത്ത് ദൈവാത്മാവ് തൊടുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അന്തരീക്ഷത്തിന്റെ അകത്ത് നിന്നോട് ദൈവാത്മാവിനോട് പറയുന്നു, ആരൊക്കെയോ ദൈവാത്മാവ് ഇന്ന് രാത്രി തൊടുകയാണ്. നമ്മുടെ കണ്ണുകളി അടച്ച് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. വിജോപാസെ, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ മീറ്റിംഗ് ഏതൊക്കെയോ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ പോകുന്നു. പഞ്ചാബ്, ദൈവാത്മാവിനോട് പറഞ്ഞ പഞ്ചാബ് മേഖലയ്ക്കകത്ത് ഒരു ഭയങ്കര ഉണർവിന്റെ കാലഘട്ടം വരുന്നു. റാംസവേദി അന്തൽ കമൻ അർത്ഥവേദികൾ ഖനാദിഘട്ടം. ദൈവാത്മാവിനോട് പറയുന്നു, ഈ മീറ്റിംഗ് എവിടേക്കോ സ്പ്രെഡാകുന്നു. അൽഖമാനഗസി, ഈ മീറ്റിംഗ് എവിടേക്കോ സ്പ്രെഡാകുന്ന തലത്തിലേക്ക് ഈ അന്തരീക്ഷം മാറാൻ പോകുന്ന ദൈവാത്മാവ് ഈ ശുശ്രൂഷയുടെ നടത്തിപ്പുകാരുടെ ദൈവാത്മാവ് ആഴത്തിൽ ഇടപെടുന്നു. എവിടേക്കോ ദൈവത്തിന്റെ ഭയങ്കരമായ
ഒരിടപെടൽ ഉണ്ടാകുന്നു. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു ഉണർവിലേക്ക് സമർപ്പിക്കേ എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ ആലോചന പറയുന്ന കർത്താവ് ഉറപ്പിക്കപ്പെടുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചേ നമുക്ക് ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൈവശബ്ദത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് തീരുമാനമെടുത്തേ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അന്നത്തെ പോലെ ഒരാരാധനയിലേക്ക് ദൈവമേ എന്നെ കൊണ്ടുവരണേ, എനിക്ക് മറ്റൊന്നും വേണ്ട കർത്താവേ, എനിക്ക് മറ്റൊന്നും വേണ്ട, അന്നത്തെ പോലെ ആരാധനയ്ക്കകത്തേക്ക്, അന്നത്തെ പോലെ അന്തരീക്ഷത്തിന്റെ അകത്തേക്ക് ദൈവാത്മാവ് എന്നെ കൊണ്ടുവരണേ. നല്ല സമർപ്പണത്തോടെ നമുക്ക് കരയാം. ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു. പിതാവേ, യേശുവിൻ നാമത്തിൽ ഞാൻ ജനത്തെ അനുഗ്രഹിക്കട്ടെ. അവരുടെ ശരീരങ്ങളിലേക്ക് ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. ഈ മീറ്റിംഗിനകത്ത് അസാധാരണമായ ദൈവശക്തി പകരട്ടെ. ഈ മീറ്റിംഗിനകത്ത് അസാധാരണമായ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഈ മീറ്റിംഗിനകത്ത് ഭയങ്കരമായ ഒരു ചലനം ഇറങ്ങട്ടെ. ശാമനാദികൾക്കമനാദികട്ടെ. ജീസസ് 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 ജീസസ്. ഈ മീറ്റിംഗിനകത്ത് ഭയങ്കര ഉണർവ് നടക്കട്ടെ. ഈ മീറ്റിംഗിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ജീസസ് 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 ജീസസ്. ഈ മീറ്റിംഗിനകത്ത് ഒരു മഹത്വം ഇന്ന് രാത്രി ചലിക്കട്ടെ. ജനത്തെ ഇന്ന് രാത്രി ഞാൻ അഭിഷേകം ചെയ്യുന്നു. ഇവരെ ഇന്ന് രാത്രി ഞാൻ അഭിഷേകം ചെയ്യുകയാണ്. ഇവരുടെ ശരീരത്തിലേക്ക് ദൈവശക്തി പകരട്ടെ. ഒരാത്മശക്തി ഇന്ന് രാത്രി ഞാൻ ഇവരുടെ ശരീരത്തിൽ പകരുന്നു. ഫ്രീ ആകട്ടെ ഇപ്പോൾ തന്നെ. മഹത്വം സമർപ്പിക്കുന്നു യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ദൈവദാസനോടും എല്ലാ ദൈവം നന്ദി പറയുന്നു. കർത്താവിന്റെ രാത്രി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അതിശക്തമായ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടു. ആരാധനക്കാരാവാൻ, നമ്മുടെ ആ നഷ്ടം മടങ്ങി വരാൻ എന്ന് ഞാൻ പറയത്തില്ല. ഇന്ന് രാത്രി പലരും മടങ്ങി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിച്ചു. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇന്ന് രാത്രി ഇതിന്റെ അകത്തുനിന്ന് ചിലരെ വേർതിരിക്കുന്നു എന്നാണ് കർത്താവ് സംസാരിച്ചത്. അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ. വൃതാരാധനകൾ ഇന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ആരാധനയിലേക്ക് നമുക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വരാൻ ദൈവാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യും. കർത്താവിന്റെ ഹിതം മനസ്സിലാക്കി നമുക്ക് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മനസ്സലിൽ അല്ലെ ഇന്നലകളിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ, ദൈവം സൂക്ഷിച്ച സൂക്ഷിപ്പുകൾ, ദൈവത്തിന്റെ കരുതലുകൾ എണ്ണമറ്റ ദൈവം നമ്മളോട് കാണിച്ച മനസ്സിൽ സ്വോത്രം. പലപ്പോഴും നമ്മൾ അത് ഓർക്കാറില്ല. ഇങ്ങനെയുള്ള പ്രസംഗം കേൾക്കുമ്പോഴെങ്കിലും ഓർക്കാൻ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ചെയ്ത മനസ്സലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ചില വിഷയങ്ങളിൽ കർത്താവ് മനസ്സലിയാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി. പല മരണകരമാകുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. അത് അനുഭവിച്ച എത്ര പേരുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും തകർന്നു പോകേണ്ട സ്ഥാനത്ത് കർത്താവ് നമ്മളെ വിടുവിച്ചു. നടത്തിയ പരിപാലനമോർത്ത് ദൈവത്തെ ആരാധിക്കാം.
കർത്താവിന്റെ ദാസൻ പറഞ്ഞൊരു വെളിപ്പാട് നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. യാഗത്തെക്കാൾ വലുതാണ് യാഗമർപ്പിക്കുന്ന ഞാനും. യാഗത്തെക്കാട്ടിലും വലുതാണ് യാഗമർപ്പിക്കുന്ന നമ്മൾ ഓരോരുത്തരും. നമ്മളിൽ പ്രസാദിച്ചാലേ നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു. ദൈവാദ്യം പ്രസാദിക്കേണ്ട നമ്മൾ. ഹല്ലേലൂയ. അകത്ത് ആരാധന വെളിപ്പെട്ടാൽ പുറത്ത് ചിലത് അഴിയും എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി. ഈ മീറ്റിങ്ങിനെ കുറിച്ച് കർത്താവിന്റെ ദാസൻ ശക്തമായി നമ്മളെ അറിയിച്ചു. രാജ്യങ്ങളിലേക്ക് അതേ പ്രവചന ശബ്ദങ്ങൾ ഹല്ലേലൂയ വ്യാപരിക്കുന്ന നിലയിൽ ചില സ്റ്റേറ്റിനെയൊക്കെ അദ്ദേഹം എടുത്ത് ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. നിരന്തരമായി ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്ന ഒരു ഇടമാണ് പഞ്ചാബ് എന്ന ദേശം. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷവും ഞാൻ പോയിരുന്നു. ക്രൈസ്തലോട് ദൈവാത്മാവ് അറിയിച്ച ആ ദൈവശബ്ദത്തെ ഞാൻ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. ഈ മീറ്റിങ്ങിനെ അനേക മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നു എന്ന ദൈവശബ്ദമൊക്കെ ഇരു കൈ നീട്ടി ഞാൻ സ്വീകരിക്കുന്നു. കർത്താവ് ഇന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മളോട് കർത്താവിന്റെ വചനം സംസാരിച്ചു. സന്തോഷമുള്ള ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പലരെ ഇന്ന് രാത്രി ദൈവം തൊട്ടിട്ടുണ്ട്. സ്വതന്ത്രം നിയന്ത്രിതമാകുന്ന ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് രാത്രി പല പ്രിയപ്പെട്ടവരും അത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആരാധനയുടെ വിലയേറിയ അനുഭവത്തെ കർത്താവ് ഇന്ന് രാത്രി ചൂണ്ടിക്കാണിച്ചല്ലോ. എല്ലാ മഹത്വവും ഞാൻ എൻ്റെ യേശുവിന് അർപ്പിക്കും. ഹല്ലേലൂയ. ബഹുമാന്യ ദൈവദാസനെ ഞങ്ങളുടെ ടാബോർ മിനിസ്ട്രിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമാകുന്ന പേരിലും ദൈവദാസനോടുള്ള എല്ലാവിധ ഹൃദയം നിറഞ്ഞ നന്ദിയും ഞങ്ങൾ പ്രകാശിപ്പിക്കുകയാണ്. വീണ്ടും കർത്താവ് ശക്തമായി തന്നെ ഉപയോഗിക്കട്ടെ. എരുമേലിയിൽ തനിക്കൊരു ചർച്ചുണ്ട്. തന്നോടൊപ്പം അനേക ദൈവമക്കളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ചർച്ചിൽ കൂടുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഒരു മോളുണ്ട്, അനുഗ്രഹ, പിന്നെ ബിനോയ്. സ്തോത്രം. ഹല്ലേലൂയ. അവരൊക്കെ ഇതിനകത്ത് വന്നിട്ട് സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചർച്ചിന്റെ പ്രവർത്തനത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ശക്തമായ നിലയിൽ ആ പട്ടണത്തെ പിടിച്ചടക്കാനുള്ള ദൈവകൃപ സ്വർഗ്ഗം നിങ്ങൾക്ക് കൈമാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്കൊരു നിമിഷം കേൾക്കപ്പെട്ട തിരുവചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മളെല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസി മിനി അൽഫോൻസ നമുക്ക് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനാദയമേ, സ്വർഗീയ നല്ല പിതാവേ, ഉപവാസത്തിന് പ്രാർത്ഥന 4-ാം ദിവസം കർത്താവേ, ഹല്ലേലൂയ. അപ്പൊ എല്ലാവർക്കും കൂടി വന്ന് കർത്താവയുടെ തിരുസന്നിധിയിൽ ഇരിക്കുവാൻ തക്കണം തന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ ഈ പ്രാർത്ഥന കർത്താവ് ആരംഭിച്ച നിമിഷം തന്നെ പരിശുദ്ധാത്മാവിന്റെയും പൂർണ്ണകണ്ഠിൽ ഏറ്റെടുത്ത കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ആരാധന കർത്താവെ ഞങ്ങൾ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ് കർത്താവെ. അത് നന്ദി പ്രകടിപ്പിക്കലാണ്. അപ്പൊ കർത്താവെ ഞങ്ങൾ നടത്തുന്ന ദൈവത്തിന് കർത്താവെ ഹൃദയം തുറന്ന് ആരാധിക്കുമ്പോൾ കർത്താവെ അപ്പൊ അത് വിശുദ്ധമായിരിക്കണമെന്ന് ഞങ്ങൾ കർത്താവെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ കർത്താവെ ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ അപ്പൊ ആ ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ ഹാലേലിയ ഓർമ്മിപ്പിക്കുന്ന കർത്താവ് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. കർത്താവെ ഞങ്ങൾക്ക് പ്രസാദമുള്ളത് പോലെ അല്ലപ്പ എന്റെ ദൈവം അതിൽ പ്രസാദിക്കുന്നുണ്ടോ എന്ന് നോക്കി കർത്താവെ ഞങ്ങളെ തന്നെ ഓരോ ദിവസവും ശോധന ചെയ്യുവാൻ തക്കണം സ്വർഗം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ കൽപ്പിച്ച എല്ലാ ആലോചനകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നപ്പ. കർത്താവെ കടന്നു ശുശ്രൂഷ ദൈവത്തിന്റെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇനിയും ശക്തമായി കർത്താവെ അപ്പ ആ ദൈവം ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പ കഴിഞ്ഞ കാലങ്ങളിലുള്ള ആരാധനയെ കുറിച്ചും കർത്താവെ ഉപദേശത്തെക്കുറിച്ചും ദൈവദാസന്മാരെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ ഇടയായല്ലോ. അപ്പ കർത്താവെ വീണ്ടും അതുപോലെ കർത്താവെ ദൈവദാസന്മാർ ഉപദേശികളായി തന്നെ മാറട്ടപ്പ. ജനത്തിന് വേണ്ടുന്നത് കൊടുക്കുവാൻ തക്കണ മുഖം
മുഖപക്ഷം ഇല്ലാതെ കർത്താവെ ആലോചന അറിയിക്കുവാൻ തക്കവണ്ണം കർത്താവെ ധൈര്യത്തോടു കൂടി കർത്താവെ അപ്പ ഈ ദിവസങ്ങളിൽ പുറത്ത് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന അപ്പ അഡ്ജസ്റ്റ്മെന്റിലല്ല കർത്താവെ അമ്മ ദൈവ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പോകേണ്ടതെന്ന് കർത്താവെ പറയുവാൻ തക്കുന്ന ഓരോരുത്തരെയും നാവിനെ അങ്ങ് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ ഞങ്ങളുടെ കർത്താവെ ആരാധനയോ പ്രാർത്ഥനയോ ഒന്നും ഒരു പ്രകടനമല്ലപ്പ. കർത്താവ് ദൈവസന്നിധിയിലാണ് ഞങ്ങൾ ഇരിക്കുന്ന ഉത്തമ ബോധ്യം കർത്താവ് എല്ലാവരുടെയും ഹൃദയങ്ങൾ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങയുടെ കണ്ണ് കർത്താവെ കുത്തി തുളച്ച് കയറി ചെല്ലും പോലെ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണാണപ്പ. കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലെ ചില ചിന്തനങ്ങളെ പോലും വിവേചിക്കുന്ന ദൈവത്തിന്റെ മുൻപിലാണ് ഞങ്ങൾ ഇരിക്കുന്നതെന്ന് കർത്താവെ മനസ്സിലാക്കി തന്നെ കർത്താവ് ദൈവത്തോട് കർത്താവെ അടുത്ത് വരുവാൻ തക്ക ഇടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് ഒരിക്കൽ കൂടി കർത്താവെ മിനിസ്ട്രി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതിന്റെ കർത്താവ് ദൈവത്തിന്റെ ദാസനെ അനുഗ്രഹിച്ചു അപ്പൊ ആ മിനിസ്ട്രി വളരട്ടെ കർത്താവ്. ഇന്ന് കേൾപ്പിച്ച ആലോചന പോലെ കർത്താവ് രാജ്യങ്ങളിലേക്ക് അത് കടന്നു ചെല്ലട്ടപ്പ. പഞ്ചാബിലെ ഉണർവിനൊക്കെ കർത്താവെ ആമേൻ ഈ മിനിസ്ട്രി കാരണമായി മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ഞങ്ങളുടെ കരുത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കേട്ട വചനം കർത്താവെ അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് കർത്താവെ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ തക്കവണ്ണം സ്വർഗം എല്ലാവരെയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പ. സമ്പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്ന പ്രാർത്ഥനയെ അതിനെ കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന സകല ദേശത്തെ അനുഭവ അധികാരമുള്ള പുണ്യനാമത്തിൽ തന്നെ ആമേൻ ആമേൻ. പിതാവാകും ദൈവത്തിന്റെ സ്നേഹം, പുത്രനാകും യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം കാവൽക്കുണ്ടായി നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും പ്രത്യുത ഇന്ന് രാത്രി തിരുവചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ, അവരുടെ മിനിസ്ട്രിയുടെ ഇന്ന് കൂടി വന്ന സകല ജനത്തിന്റെ മേലും, കർത്താവ് അറിയിച്ച സകല ദൈവശബ്ദത്തിന്റെ മേലും, വരും ദിവസങ്ങളിലെ മീറ്റിംഗിന്റെ മേലും കർത്താവിന്റെ മേഘ പ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു രക്ഷക മുഖാന്തരം ഈ രാത്രി ജയം തന്ന ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്വതന്ത്രം. കർത്താവ് ആരും പോകരുത് ഒരു നിമിഷം. ദൈവം ഇന്ന് രാത്രി നമ്മളെ ശ്രേഷ്ഠമായി അനുഗ്രഹിച്ചു. അനിശ്വാസമുണ്ടോ ഇതിനകത്ത്? ഇന്ന് രാത്രിയിലെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ ആരാധന ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ അഭിഷക്തനെ ദൈവം ശക്തിപ്പെടുത്തി. പ്രത്യേകാൽ തന്റെ ദാസനോടുള്ള എല്ലാ സ്നേഹ നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. കൂടാതെ ഇന്ന് രാത്രിയിൽ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കും